ഹായ് ഗായ്സ്, നമുക്കിന്നൊരു ഹാപ്പി സൺഡേ ആണ് കേട്ടോ. ഞങ്ങൾക്കിന്നൊരു വീടിൻ്റെ കല്ലിടൽ ചടങ്ങുണ്ട്. നമ്മളതിന് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുവാണേ. മറ്റാരുടെയും അല്ല, നമ്മുടെ സ്വന്തം കരുണിൻ്റെ ആര്യയുടെയും വീടിൻ്റെ കല്ലിടൽ ചടങ്ങാണ്. നമ്മളങ്ങോട്ട് പോവുകയാണേ. നമ്മളപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 മണിക്ക് 8:30 കൂടെ ഒക്കെ ആയിരുന്നു കല്ലിടൽ ചടങ്ങ്. ഞങ്ങളെന്തായാലും 7:30 തന്നെ എത്തി, കാരണം അവനെ പേടിച്ചിട്ടാണ്. നമ്മളെവിടെയാണെങ്കിലും 9 മണിക്ക് പരിപാടിയാണെങ്കിൽ 10:30 സാധാരണ ഞങ്ങളെല്ലാവരും ചെന്നെത്താറുള്ളത്. പക്ഷേ ഇവൻ്റെ പരിപാടിക്ക് മാത്രം ഞങ്ങൾ അരമണിക്കൂർ നേരത്തെ എത്തും. ഇല്ലെങ്കിൽ ഇവൻ തെറി പറയും, ഞങ്ങൾക്ക് കേൾക്കാൻ പേടിയാണ്. ഇതേ അവിടെ കറുപ്പ് ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഷെബിലാണ് കേട്ടോ. അവൻ ഞാൻ 8 മണിക്ക് വിളിക്കുമ്പോൾ പായലായിരുന്നു, കിടന്നുറങ്ങണമായിരുന്നു. പക്ഷേ ഒരു 8:10 ഇവിടെ എത്തി. എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളെന്താണെങ്കിലും സന്തോഷത്തോടെ അവരുടെ പരിപാടിയിലൊക്കെ പങ്കെടുത്തു. ഞങ്ങൾക്ക് നല്ല സന്തോഷമായി. അവരുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താണെങ്കിലും വെക്കാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നല്ല രീതിയിൽ അവൻ എന്താണെങ്കിലും പെട്ടെന്ന് വീട് വെക്കാൻ പറ്റട്ടെ. അതുതന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ പരിപാടിയിൽ അവളുടെ റിലേറ്റീവ്സും ഞങ്ങളുടെ അയൽവക്കക്കാരും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും, പിന്നെ ഞങ്ങളുടെ സാറും ടീച്ചറും കൊച്ചും, ഇത്രയും പേരുണ്ടായിരുന്നു. ടീച്ചർ വന്നിട്ടില്ല, എന്നാലും സാറിനെയും ടീച്ചറിനെയും കൊച്ചിനെയും ഞങ്ങൾക്ക് തീരെ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ഞങ്ങളോട് ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അത് പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു പോസ്റ്റ്മാൻ ഉണ്ട്. അവനെ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അവൻ എന്താണെങ്കിലും നമ്മളിപ്പോൾ ഒരു 9 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു 11 മണിയാകാണ്ട് എത്തില്ല. അങ്ങനത്തെ അത്രയും പോസ്റ്റ് തരും അവൻ നമുക്ക്. നമ്മൾ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അവൻ പോസ്റ്റ് വരും. പക്ഷേ ഈ പരിപാടിക്ക് അവൻ നേരത്തെ വന്നിട്ടുണ്ട്. അത് ഇവനെ പേടിച്ചിട്ട് തന്നെയാണ്. ഇവനാണ് ചായ കുടിച്ചിട്ടിരിക്കുന്ന വെള്ള ടീഷർട്ട്. പിന്നെ നമ്മുടെ കരുൺ സാർ പോലീസിലാണ് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലീസ് ആയതുകൊണ്ടാണ് നമുക്ക് പേടിയുന്നത്. അല്ല, അവൻ്റെ വായിൽ നിന്ന് വരുന്ന ചീത്ത, അവൻ്റെ വായിൽ നിന്ന് വർത്തനം, അതിനെയാണ് നമുക്ക് പേടി. പിന്നെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടായി. പിന്നെ നമ്മളതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഉച്ചക്ക് ചോറും ഉണ്ട്, അത് കഴിക്കാൻ പിന്നെയും വന്നായിരുന്നു വന്ന്. പിന്നെ ഇത് നമ്മുടെ സാറ്, ഇതാണ് സാറിൻ്റെ മോൻ. പിന്നെ അജിയ അബിദ്യം, അവർ രണ്ടുപേരും വന്നിട്ടില്ല കേട്ടോ. പിന്നെ റാഫേൽ, അവൻ പുറത്താണ്. നിതിൻ എന്നാണ് കേട്ടോ അവൻ്റെ ശരിക്കും പേര്. റാഫേൽ എന്ന് അവൻ്റെ അപ്പൻ്റെ പേരാണ്, ആ പേരിലാണ് അവൻ അറിയപ്പെടുന്നത്. പിന്നെ നമുക്ക് വേറെ ആളെ പരിചയപ്പെടുത്താം. ഇതാണ് കേട്ടോ നമ്മുടെ റയാൻ ബേബി, ആര്യയുടെയും കരുണിൻ്റെയും വാവയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.